കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓർത്തതുപോലെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലുള്ള പഠനം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഏറ്റവും അധികം സംശയമുള്ളതും ഇന്നത്തെ ലോകത്തിൽ ആത്മീയഗോളത്തിൽ വിവാദമായിരിക്കുന്ന വിഷയവും പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലുള്ള പഠനമാണ്. ആധുനിക കാലത്ത് കരിസ്മറ്റിക് മൂവ്മെൻറ്റ് മുതലായി വന്ന് വലിയൊരു സമൂഹം എന്താണിത് എന്നുള്ളത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ വയ്യാതെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് വാസ്തവത്തിൽ ശരിയായ ഉപദേശങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരു വിഭാഗത്തെയും മുറിപ്പെടുത്തുന്നതിനോ അവരെ അറ്റാക്ക് ചെയ്യുന്നതിനോ വേണ്ടിയുള്ള ഒരു പഠനമല്ല ഇത്. ഞാൻ പിടിച്ചിരിക്കുന്ന ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവുമല്ല. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവജനം എന്ത് പറയുന്നു എന്നുള്ളത് മാത്രം പരിശോധിക്കുന്നുള്ളൂ. നിങ്ങളുടെ മുമ്പിലും തുറക്കപ്പെട്ട വചനമുണ്ട്. ബറോവിലെ വിശ്വാസികളെ പോലെ ഇത് കേൾക്കുക മാത്രമല്ല, വചനം അങ്ങനെയാണോ എന്ന് പരിശോധിക്കുക. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം കാക്കും. യു വിൽ കീപ് മൈ വേർഡ്സ്. കർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കാനായിട്ടുള്ള മാർഗം എന്ത് എതിർപ്പുകളുണ്ടായാലും ഒരുപക്ഷെ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്താലും അവൻ്റെ വചനത്തിന് പ്രാധാന്യത കൊടുത്ത് കാക്കുക എന്നുള്ളതാണ്. ഫിലദൽഫിയ സഭയോട് കർത്താവ് ദൂത് പറഞ്ഞപ്പോൾ നീ എൻ്റെ വചനം കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ആ വിധത്തിലുള്ള മനുഷ്യരായിരിക്കട്ടെ. കാലപതിൻ്റെ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞു. പൗലോസ് തിമത്യോസിനും മറ്റും ഓർപ്പിച്ച് എഴുതിയതുപോലെ യഥാർത്ഥ ഭക്തി അല്ലെങ്കിൽ ആ ഡോക്ട്രിൻസൊക്കെ വിട്ടുകളയുന്ന ഒരു കാലഘട്ടം പൗലോസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. ആ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. തർക്കമറ്റ സംഗതിയാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിൻ്റെ പഠനം. ഞാൻ ഓർപ്പിച്ചു, ആരെയും അറ്റാക്ക് ചെയ്യാനോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനോ വേണ്ടിയല്ല. ഞാനും ഒരുപാട് സംശയങ്ങളുള്ളവനായി ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സബ്ജക്റ്റായിരുന്നു ഈ വിഷയം. എന്നാൽ ദൈവം എനിക്ക് വളരെ വ്യക്തമായി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ വിഷയം ഞാൻ എടുക്കുകയാണ്. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ആത്മസ്നാനം എന്താണ്? ആത്മാഭിഷേകം എന്താണ്? ആത്മാവിൻ്റെ മുദ്ര എന്താണ്? ആത്മാവിൻ്റെ ആചാരം എന്താണ്? ആത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്താണ്? ആത്മനിറവ് എന്താണ്? ഈ വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കാതെ ഇതെല്ലാം ഒന്നാണെന്ന് ധരിക്കുന്നവരുണ്ട്. ഒരു കൂട്ടർ അന്യഭാഷാ ഭാഷണം നടത്തിയാൽ ഇതെല്ലാം തികഞ്ഞു കിട്ടി എന്നൊരു ധാരണയിൽ വലിയൊരു സമൂഹമുണ്ട്. വ്യത്യസ്ത ചിന്താഗതികൾ ഈ വിഷയത്തോളം ബന്ധത്തിലുണ്ട്. വേർപെട്ട വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങൾ ഈ വിഷയത്തോളം ബന്ധത്തിൽ കാണാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അപഗ്രഥിക്കുമ്പോൾ ഓരോന്നായിട്ട് വേർതിരിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, തിമത്യോസിനോട് പൗലോസ് പറയുകയുണ്ടായി, ദൈവജനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത ദൈവത്തിൻ്റെ വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലത് എഴുതിയിരിക്കുന്നത് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായിട്ട് ഭാഗിക്കുക. നമ്മൾ ഇന്ന് സന്ധ്യയിൽ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ആ വിധത്തിൽ അത് അപഗ്രഥിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ഈ ഡോക്ട്രിൻ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആത്മസ്നാനമാണ്, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഏറ്റവും അധികം സംശയിക്കപ്പെടുന്ന വിഷയവും ആത്മസ്നാനമാണ്. ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നതല്ല. എന്നാൽ ആത്മസ്നാനത്തിൻ്റെ പ്രത്യക്ഷത അന്യഭാഷാ ഭാഷണമാണെന്ന് സ്പഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഏത് പുസ്തകമാണെന്ന് അറിയണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഞാൻ പേജ് ഉൾപ്പെടെ പറഞ്ഞുതരാം. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ തെളിയിച്ച് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. എന്നാൽ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കുക, കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്ന ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഓർക്കുക, ആത്മസ്നാനം പഴയ നിയമത്തിൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ലേ? ആത്മപ്രാപണം, ആത്മനടത്തിപ്പ്, ആത്മനിറവ് മുതലായവ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ച പോലെ 88 പ്രാവശ്യം പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ പരാമർശം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഈ ഒരൊറ്റ ഭാഗത്ത് പോലും പഴയ നിയമത്തിൽ ആത്മസ്നാനം പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം പഴയ നിയമത്തിൽ ആത്മസ്നാനമില്ലായിരുന്നു. പഴയ നിയമത്തിൽ ആത്മപ്രാപണമുണ്ട്, ആത്മനടത്തിപ്പുണ്ട്, ആത്മനിറവുണ്ട്.
ആത്മാവിൻ്റെ വ്യത്യസ്ത ശുശ്രൂഷകളുണ്ടെങ്കിലും പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും ആത്മസ്നാനത്തെക്കുറിച്ച് നാം കാണുന്നില്ലേ? വേണ്ട, ഈ യുഗം കഴിഞ്ഞ് അടുത്തൊരു യുഗം, സഹസ്രാബ്ദ യുഗം, യേശുക്രിസ്തു ഈ സഹസ്രാബ്ദ വാഴ്ച നടത്തുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ധാരാളം വചനത്തിൽ പറയുന്നുണ്ട്. വളരെ സംശയിക്കപ്പെട്ട വാക്യങ്ങൾ അവിടെയുമുണ്ട്. ഞാൻ സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഇവിടെ സഹസ്രാബ്ദ വിഷയത്തോടുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുമ്പോഴും അവിടെയും ആത്മസ്നാനത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു യുഗമെടുത്താലും, പഴയ നിയമത്തിലുള്ള യുഗമെടുത്താലും ഇനി വരാനുള്ള യുഗമെടുത്താലും മറ്റൊരു യുഗത്തിലും നമുക്ക് കാണാൻ കഴിയാത്തതും ഈ യുഗത്തിൽ പെന്തിക്കോസ് നാൾ തുടങ്ങി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരെ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടത്തിൽ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക ആത്മാവിൻ്റെ പരിവർത്തനമാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പുതിയ നിയമസഭയ്ക്ക് മാത്രം നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണ്. എന്താണ് ആത്മസ്നാനം? ഇത് പ്രത്യേകാല് ഈ യുഗത്തിലുള്ളവരെ ഒരു പെക്യുലർ ഇൻറ്റിമസിയിലേക്കും റിലേഷൻഷിപ്പിലേക്കും കർത്താവിനോട് കൊണ്ടുവരുന്ന ഒരു ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം, അടുപ്പം, ബന്ധം, അഭേദ്യമായ, മാറ്റപ്പെടാൻ കഴിയാത്ത യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാക്കി ഒരു ശരീരമായ സഭ, അവൻ്റെ ശരീരമായ സഭ, അവൻ ശിരസ്സും നമ്മൾ ശരീരവുമായി തീരത്തക്കവണ്ണം നമ്മളെ ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ആത്മസ്നാനം. അതങ്ങനെയാണോ എന്നുള്ളത് തിരുവചനത്തിൽ കൂടെ അത് തെളിയിക്കുകയും നമുക്ക് പഠിക്കുകയും ചെയ്യാം. എന്നാൽ ആത്മസ്നാനം എന്ന് പറയുമ്പോൾ ആത്മനിറവല്ല, ആത്മാവിൻ്റെ നടത്തിപ്പല്ല, ആത്മാവിൻ്റെ അഭിഷേകമല്ല, ആത്മാവിൻ്റെ അച്ചാരമല്ല, ആത്മാവിൻ്റെ മുദ്രയല്ല. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷകളാണ്. വചനത്തിൽ അതെല്ലാം വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഞാൻ ഓർപ്പിച്ച പോലെ അന്യഭാഷാ ഭാഷണം നടത്തിയാൽ ഇതെല്ലാം ലഭിച്ചു എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിനാണ്. കാരണം വചനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അറിയാം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 വേദഭാഗം ആത്മസ്നാനത്തുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. 7 വേദഭാഗമേ ഉള്ളൂ പുതിയ നിയമത്തിൽ. നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ 7 വേദഭാഗത്തിൽ 5 എണ്ണം ആത്മസ്നാനം ഭാവിയിൽ സംഭവിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയതാണ്. നമുക്ക് നോക്കാം, വാക്യമെടുക്കാം. ആദ്യത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നമുക്കിന്ന് ഈ ക്ലാസ് കൊണ്ട് ഈ പഠനം തീർന്നില്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് സാവകാശത്തിൽ കടന്നു വന്നൊരു ചുരുക്കം പേരെ ഉള്ളെങ്കിലും അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം നമുക്ക് ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ, സ്നാപയോഹന്നാൻ പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇവിടെ സംശയം വരുന്നു, ആത്മസ്നാനം എന്താണ്, അഗ്നിസ്നാനം എന്താണ്? നമുക്കതും ദൈവം അനുവദിച്ചാൽ പരിശോധിക്കാം. ആദ്യത്തെ വേദഭാഗം ഇതാണ്. 2 മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം. നമ്മളിപ്പോൾ വായിക്കുന്ന 5 വാക്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയതാണ്. മർക്കോസ് 1-ൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം. അവിടെ വീണ്ടും വായിക്കുന്നു, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു. 3 ലൂക്കോസ് 3:16. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലമായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം എന്നെടുക്കാം. ഈ 3 ഭാഗം നമ്മൾ വായിച്ചത് സ്നാപക യോഹന്നാൻ ജനത്തോട് പ്രസംഗിക്കുന്ന കാര്യമാണ്. അവൻ നിങ്ങളെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഫ്യൂച്ചർ ടെൻസിൽ, ഭാവികാല പ്രയോഗത്തിൽ യോഹന്നാൻ സ്നാപകൻ ജനത്തോട് പ്രസംഗിക്കുകയാണ്. ഇനി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ദൈവം യോഹന്നാനോട് പറഞ്ഞ കാര്യമാണ്. ദൈവം യോഹന്നാനോട് പറഞ്ഞ കാര്യമാണ്. അത് ആത്മസ്നാനത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 1:31. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന് പറഞ്ഞു. യോഹന്നാന് ദൈവം കൊടുത്ത അടയാളമാണ്.
ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങുന്നോ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. യേശുക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുകയാണ് യോഹന്നാന് ആരാണ് ആത്മസ്നാനം നടത്തുന്നതെന്നുള്ളത്. നമ്മൾ വായിച്ച ആദ്യത്തെ 3 ഭാഗം യോഹന്നാൻ ജനത്തോട് പ്രസംഗിച്ചു. ഇപ്പോൾ വായിച്ച ഭാഗം 4-ാമത്തേത് ദൈവം യോഹന്നാൻ അടയാളമായി നൽകപ്പെട്ട വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് പറയുന്നു. ഇനിയും കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം. അത് 5-ാമത്തെ റെഫറൻസാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം 5-ാമത് കർത്താവ് പറഞ്ഞ റെഫറൻസ്, 5-ാമത് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 4-5 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 4 and 5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം, ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും. കർത്താവ് ഇത് പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ സംഭവം നടന്നതായിട്ട് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഇത് നടന്ന സംഭവം അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം എടുത്താട്ടെ സംഭവിച്ചത്, അതായത് പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പത്രോസ് വിശദീകരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള 15 തൊട്ട് 17 വരെ പത്രോസ് പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുന്ന കർത്താവ് പറഞ്ഞ വാക്കോർത്തു. ഈ സംഭവം ഏതാണ്? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ സംഭവിച്ച സംഭവത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. പെന്തിക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ സംഭവം ആത്മസ്നാനമാണെന്നുള്ളത് പത്രോസ് ഇവിടെ പറയുകയാണ്. അതുപോലെ നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു വാക്യം, ഈ വാക്യം നോക്കിയാട്ടെ, പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. വചനം പഠിക്കുന്ന പണ്ഡിതന്മാർ കാലഘട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് കൊർന്നല്യോസിൻ്റെ വീട്ടിലെ സംഭവം നടക്കുവാൻ 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 8 വർഷം. 8 വർഷത്തിൻ്റെ ശേഷമാണ് ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷമായിട്ട് കടന്നു പോകുന്ന സന്ദർഭമെന്ന് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൻ്റെ സംഭവമെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം ശരിയാണ്. എന്താണ്? പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. ആ വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. ആദിയിൽ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് വന്നതുപോലെ പിന്നീടുള്ള ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നില്ലേ? പെന്തിക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ പിളർന്നിരിക്കുന്ന അഗ്നിജാല പോലുള്ള നാവുകൾ, അവിടെ അസാധാരണമായ ചില സംഭവങ്ങൾ കണ്ടു, അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതൊരു സാധാരണ സംഭവം അല്ലാതിരുന്നത് കൊണ്ടാണ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ അവിടെ ഈ സംഭവത്തെക്കുറിച്ച് പത്രോസ് വിശദീകരിക്കുമ്പോൾ ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ ഇവരുടെ മേലും ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നു, ഇവരെ സ്നാനപ്പെടുത്തുവാൻ വെള്ളം വിലക്കുവാൻ ഞാനാരാണ് എന്ന് പത്രോസ് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു. ഇനിയും ഉപദേശം, ഇതിൻ്റെ ഡോക്ട്രിൻ എന്താണെന്നുള്ളത് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 13, 1 കൊരിന്ത്യർ 12-ന്റെ 13-ാം വാക്യം. അവിടെ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നോക്കാം, ഇവിടെ എന്താണ് ആത്മസ്നാനം എന്നുള്ളത് ലേഖനത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. നമുക്കിനിയും ഈ വിഷയത്തിലേക്ക് സാവകാശം കടന്നുപോയി നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോൾ ചിന്തിക്കുകയുണ്ടായി, ആകെ 7 വേദഭാഗങ്ങളെ പുതിയ നിയമത്തിൽ ആത്മസ്നാനത്തെക്കുറിച്ചുള്ളൂ. അതിൽ നമ്മൾ ചിന്തിച്ചു 4 ഭാവി കാലത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. 5-ാമത് കർത്താവ് പറഞ്ഞു, ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുന്നത് കൊർന്നല്യോസിൻ്റെ വീട്ടിലെ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സംഭവിച്ചതായിട്ട് പത്രോസ് രേഖപ്പെടുത്തുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ എന്താണ് ഈ വിഷയം എന്നുള്ള ഉപദേശം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും വാക്യങ്ങളൊന്ന് അപഗ്രഥിച്ചാൽ ആത്മസ്നാനം എന്താണെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാതെ, യാതൊരു വിധത്തിലും തെറ്റിപ്പോകാതെ അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 4 പ്രാവശ്യം അത് ഭാവി കാലത്തിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ട് 5-ാമത് അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം വീണ്ടും ഭാവി കാലത്തിൽ പറഞ്ഞു, ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മാവിനാൽ സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ആ സംഭവം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഈ അല്പപ്പകർച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 11-ൽ അത് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് പത്രോസ് അവിടെ പറയുന്നത്.
അതിൻ്റെ ഉപദേശം നമുക്ക് 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 12:13 നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു, ഒരേ ആത്മാവിനെ പാനം ചെയ്തു. ഏക ശരീരമാകുമാറ് നോക്കുക, ഒരു മനുഷ്യ ശരീരത്തോട്, അതിൻ്റെ സാദൃശ്യത്തോട്, ഫിഗറിനോട് ദൈവസഭയെ ഉപമിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യ ശരീരമെന്ന് പറയുമ്പോൾ അതൊരു ജീവിക്കുന്ന വസ്തുവാണ്, ഒരു ഓർഗാനിസമാണ്. നോക്കുക, ശരീരം ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു സംഘടനയല്ല. ശരീരം ഒരു സംഘടനയല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ബട്ട് ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. ജീവിക്കുന്ന ഒരു ജൈവ വസ്തുവാണ്. ഒരു ചലനാത്മകമായ പരസ്പര ബന്ധമുള്ള അവയവങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ഒന്ന് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ജീവവസ്തുവാണ് ഒരു ശരീരം. ആ ശരീരത്തോട് ദൈവസഭയെ ഉപമിച്ചപ്പോൾ ഏക ശരീരമാകുമാറ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. നോക്കുക, ആത്മസ്ഥാനത്താൽ ഈ വ്യത്യസ്ത വ്യക്തികളെ വാസ്തവത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരമായ, ആത്മിക ശരീരമായ സഭയെ ഇവിടെ ഉടലെടുപ്പിക്കുന്ന ഒരു വലിയ കർമ്മമാണ് ആത്മസ്ഥാനത്താൽ നടന്നത്. എന്നാൽ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ ഉപദേശങ്ങൾ കിട്ടുന്നു. ആത്മസ്ഥാനത്താൽ നമുക്ക് സാധിച്ച വലിയ നേട്ടത്തിൽ, 2 നേട്ടത്തിൽ ഒന്ന്, we had a new position by the baptism of the Holy Spirit in Christ. യേശുക്രിസ്തുവിൽ ആത്മസ്ഥാനത്താൽ നമുക്കൊരു പുതിയ സ്ഥാനം കിട്ടി. എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 20 വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ ഒന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ആത്മസ്നാനത്തിൻ്റെ അനുഗ്രഹത്തെയും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ 14:20 വാക്യത്തിൽ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും, യു ഈ ഇൻ മീ ആൻഡ് ഐ ഇൻ യു. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും. നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ വ്യത്യസ്ത വ്യക്തികളായി, നമ്മൾ വചനത്തിൽ പഠിച്ചു നോക്കിയാൽ, ആ വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ആദമിൻ്റെ സന്തതികളായിരുന്നു. വി വെയർ ഇൻ ദ റേസ് ഓഫ് ആഡം. പാപത്തിൻ്റെ പ്രകൃതിയാൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആദമിൻ്റെ സന്തതികളായി ജനിച്ച് അവൻ്റെ വർഗമായി നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോയപ്പോൾ അവിടെ നിന്ന് നമ്മളെ അടർത്തിയെടുത്ത് നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ ആക്കിത്തീർത്ത് ഒരു പുതിയ പൊസിഷൻ, ഒരു പുതിയ റേസ്, ഒരു പുതിയ വസ്തുവാക്കി നമ്മളെ തീർത്ത ഒരു വലിയ മഹത്വം. എ ന്യൂ പൊസിഷൻ. വി വർ ഇൻ ആഡം, നൗ വി ആർ ഇൻ ക്രൈസ്റ്റ്. ഒരിക്കൽ നമ്മൾ ആദമിലായിരുന്നു. ആദമിൽ സകല ശാപത്തിനും നമ്മൾ വിധിക്കപ്പെട്ട് നരകത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മളെ അവിടെ നിന്ന് എടുത്ത് ഈ ഇൻ മീ, നിങ്ങൾ എന്നിൽ, നിങ്ങൾ എന്നിൽ. കർത്താവ് പറഞ്ഞു, അത് നിങ്ങളെന്തറിയും. വി ഹാവ് എ ന്യൂ പൊസിഷൻ. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്കൊരു പുതിയ പൊസിഷൻ ലഭിക്കുകയാണ്. നമ്മളിത് സ്നാനത്തിൽ കൂടെ, വാസ്തവത്തിൽ സ്നാനത്തിൽ റോമാലേഖനം 6 അധ്യായം പഠിച്ചാൽ സ്നാനത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട റിയാലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യുകയാണ്. എന്തിനായി സ്നാനം? ഞാനും സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. യേശു ക്രിസ്തുവിന് കൽപ്പന തന്നു, ശരിയാണ്, ഒരു സ്നാനം കൽപ്പനയാണ്. എന്നാൽ റോമലേഖനം 6 അധ്യായം പഠിച്ചപ്പോഴാണ് വാസ്തവത്തിൽ, നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം, ഹൃദയത്തിൻ്റെ കണ്ണും കൊണ്ട് തുറക്കുന്നത്. ഈ സത്യം, ഈ റിയാലിറ്റി, ഞാൻ ഇന്ന് ആദമിലല്ല ക്രിസ്തുവിലാണ്. ഞാൻ അവനോടുകൂടെ മരിച്ചു, ഞാൻ അവനോടുകൂടെ അടക്കപ്പെട്ടു, ഞാൻ അവനോട് ഉയർച്ചെന്നേറ്റു. ഞാൻ ആ റിയാലിറ്റിയെ ഡ്രാമാറ്റൈസ് ചെയ്യുകയായിരുന്നു. ഞാൻ ആ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഞാൻ മരിച്ചു, ഞാൻ പഴയ ജീവിതത്തിന് മരിച്ചു, ഞാൻ ആദമിൽ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. മാത്രമല്ല, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർച്ചെന്നേറ്റു. ആ റിയാലിറ്റിയാണ് റോമൻസ് ചാപ്റ്റർ 6 പറയുന്നത്. സ്നാനത്തിൽ നമ്മൾ ഈ റിയാലിറ്റി വാസ്തവത്തിൽ ഡ്രാമാറ്റൈസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പബ്ലിക്കിന് പ്രസിദ്ധമാക്കി കൊടുക്കുമ്പോൾ, സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം പരസ്യമായി സാക്ഷിക്കുകയാണ്. എന്ത്? ഐ ആം ഇൻ ക്രൈസ്റ്റ് ടുഡേ. ഞാൻ ഇന്ന് ക്രിസ്തുവിലാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഒരിക്കൽ ഞാൻ ആദാമിലായിരുന്നു, ഇത് ഞാൻ ക്രിസ്തുവിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ജലസ്നാനം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ജലസ്നാനം കൊണ്ട് ഇത് സംഭവിക്കുകയുമില്ല. യാതൊരു കാരണവശാലും നമ്മളെ ക്രിസ്തുവിലാക്കത്തുമില്ല. ക്രിസ്തുവിലായിത്തീർന്ന ദൈവമക്കൾ ഈ വിധത്തിൽ യേശു ക്രിസ്തുവിൽ ആത്മസ്നാനത്താൽ നമ്മളെ ആക്കി തീർത്തതിൻ്റെ റിയാലിറ്റിയാണ് അവിടെ നടക്കുന്നത്. നമ്മളത്
കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ അനുഗ്രഹം നമ്മൾ ഓർത്തു, വി ഹാവ് എ ന്യൂ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടി. രണ്ടാമത്തത്, വി ഹാവ് എ ന്യൂ യൂണിയൻ ഓഫ് ലൈഫ്. ഒരു ജീവൻ്റെ പുതിയ ഒരു ബന്ധം നമുക്കുണ്ടായി. ആ ബന്ധം എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ യൂണിയൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ലിവിങ് യൂണിറ്റി. അതായത് ക്രിസ്തു എന്ന ശിരസിനോട് ഈ ശരീരമായി നമ്മളെ ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വി ഹാവ് എ സ്ട്രോങ് വിറ്റൽ എറ്റേണൽ ലൈഫ് യൂണിറ്റി വിത്ത് ഹിം. അവനോട് അഭേദ്യമായ മാറ്റമില്ലാത്ത ജീവനുള്ള ഒരു ബന്ധം നമുക്കുണ്ടായി. ശിരസ്സും ശരീരവുമായിട്ട് ഏതു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതെത്ര മനോഹരമായി യോഹന്നാൻ 15 പറഞ്ഞിരിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാണ്. ആ കൊമ്പും മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം, ആ കൊമ്പിൻ്റെ ജീവരസം, ആ മുന്തിരിവള്ളിയുടെ ജീവരസം കൊമ്പുകൾ ഊറ്റിയെടുത്തുകൊണ്ട് ആ കൊമ്പിനോട് മുന്തിരിവള്ളിയോട് ബന്ധപ്പെട്ട് അടുത്തിരുന്നു കൊണ്ട് ജീവിക്കുന്നത് പോലെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ അതിൻ്റെ കൊമ്പുകളാണ്. വി ഹാവ് എ റിയൽ യൂണിറ്റി ഓഫ് അവർ വിറ്റൽ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ഈ ആത്മസ്നാനത്താൽ ശിരസ്സായ കർത്താവിനോട് നാം ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവൻ സാക്ഷാൽ മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകളായി, നമുക്കൊരു അഭേദ്യമായ ബന്ധം. അപ്പോൾ ആത്മസ്നാനത്താൽ വി ഹാവ് എ ന്യൂ പൊസിഷൻ. ആദമിലായിരുന്നു നമ്മളെ ക്രിസ്തുവിലാക്കി മാറ്റി അവൻ്റെ ജീവനുമായിട്ട് നമുക്ക് അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് ആത്മസ്നാനത്താൽ ഉണ്ടാക്കി തന്നു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ദൈവദാസനായിരുന്നു ലൂയിസ് സ്പെറി ഷാഫർ എന്ന് പറയുന്ന ദൈവദാസൻ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധന്മാരായ വേദപണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് മുഴുവനും കുറിച്ചെടുത്ത് വെച്ചു. ഞാൻ വേണേ അത് ആദ്യം വായിച്ചിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞു, എ സ്പിയർ ഈസ് ദറ്റ് വിച്ച് സറൗണ്ട്സ് ആൻ ഓബ്ജെക്റ്റ് ഓൺ എവറി സൈഡ് ആൻഡ് മേ ഈവൻ പെനിട്രേറ്റ് ദ ഓബ്ജെക്റ്റ്. ടു ബി വിതിൻ എ സ്പിയർ ഈസ് ടു പാർട്ടേക്ക് ഓഫ് ഓൾ ദറ്റ് ഈസ് ആൻഡ് ഓൾ ദറ്റ് ഇറ്റ് ഇംപാർട്ട്സ്. പിന്നെ പുള്ളി ഒരു എക്സാമ്പിൾ ആണ്. ദസ് ദ ബേർഡ് ഈസ് ഇൻ ദ എയർ ആൻഡ് ദ എയർ ഈസ് ഇൻ ദ ബേർഡ്. The fish is in the water and the water is in the fish. The iron is in the fire and the fire is in the iron. Likewise, in the spiritual realm, Christ is a sphere of believer's position. The believer is in Christ and Christ is in the believer. Through the baptism with the Spirit, the Christian has become as much an organic part of Christ as the branch is the part of vine, or the members of a part of his body, the body. Being thus conjoined to Christ, the Father sees the saved one only in Christ as a living part of his own Son and loves him as he loves his Son. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കട്ടെ. ആത്മസ്നാനത്താൽ ലഭിച്ച അനുഗ്രഹത്തെ ലൂയിസ് ഷാഫർ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റിനെ, ഒരു വസ്തുവിനെ അതിൻ്റെ എല്ലാ ഭാഗവും സറൗണ്ട് ചെയ്തിരിക്കുന്ന പോലെ, അല്ലാതെ അതിൽ മുങ്ങിയിരിക്കുന്ന പോലെ. ഒരു പക്ഷി വായുവിൽ പറക്കുമ്പോൾ ആ പക്ഷി വായുവിലാണ്, വായു പക്ഷിയിലാണെന്ന് പറഞ്ഞാൽ അതിന് തെറ്റില്ലേ? ഒരു മത്സ്യം വെള്ളത്തിലാണ്, വെള്ളം മത്സ്യത്തിലുണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല. അയൺ, ഇരുമ്പ് തീയിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ അയൺ ഈസ് ഇൻ ദ ഫയർ ആൻഡ് ദ ഫയർ ഈസ് ഇൻ ദ അയൺ. അതുപോലെ ലൈക്ക് വൈസ് ഇൻ ദ സ്പിരിച്വൽ റിലീം, ആത്മിക മണ്ഡലത്തിലും ക്രൈസ്റ്റ് ഈസ് എ സ്പിയർ ഓഫ് ബിലീവേഴ്സ് പൊസിഷൻ. ക്രിസ്തുവാണ് ഒരു വിശ്വാസിയുടെ സ്ഥാനം. ക്രിസ്തു അവനെ ചുറ്റിയിരിക്കുന്നു. ഈസ് എൻക്ലോസ്ഡ് ആൻഡ് ഹി ഡ്വെൽസ് വിത്തിൻ ഹിം. അവൻ്റെ ഉള്ളിലും അവൻ വസിക്കുന്നു. ദ ബിലീവർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇസ് ഇൻ ദ ബിലീവർ. ഒരു വിശ്വാസി ക്രിസ്തുവിലും ക്രിസ്തു ബിലീവറിലുമായി കഴിഞ്ഞു. ത്രൂ ദ ബാപ്റ്റിസം വിത്ത് ദ സ്പിരിറ്റ്, ദ ക്രിസ്ത്യൻ ഹാസ് ബിക്കം ആസ് മച്ച് ആസ് ആൻ ഓർഗാനിക് പാർട്ട് ഓഫ് ക്രൈസ്റ്റ് ആസ് ദ ബ്രാഞ്ച് ഇസ് എ പാർട്ട് ഓഫ് വൈൻ. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ഭാഗമായി ആത്മസ്നാനത്താൽ നമ്മൾ തീർന്നു. ഒരു മുന്തിരിവള്ളിയോട് കൊമ്പിൻ്റെ ഭാഗമായി, മുന്തിരിവള്ളിയുടെ ഭാഗമായി കൊമ്പ് തീർന്ന പോലെ ക്രിസ്തുവിൻ്റെ ഭാഗമായി നമ്മൾ തീർന്നു. അപ്പോൾ ഈ വിധത്തിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിതാവ് നമ്മളെ കാണുന്നത് ക്രിസ്തുവിലാണ്, ആസ് എ ലിവിങ് പാർട്ട് ഓഫ് ഹിസ് ഓൺ സൺ. അവൻ്റെ പുത്രൻ്റെ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ ദൈവമക്കളെ പിന്നെ പിതാവ് കാണത്തുള്ളൂ. വി ആർ ദ പാർട്ട് ഓഫ് ഹിസ് സൺ, ഹിസ് ഓൺ സൺ, ആൻഡ് ലവ്സ് ഹിം ആസ് ഹി ലവ്സ് ഹിസ് സൺ. അവൻ്റെ പുത്രനെ സ്നേഹിക്കുന്ന പോലെ നമ്മെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 17:21 വാക്യത്തെ നമ്മൾ വായിക്കുന്നില്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. നീ എന്നെ അയച്ചിരിക്കുന്നതും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നതും ലോകം അറിയുവാൻ. ആസ് ദ ഫാദർ ലവ്സ് ഹിസ് സൺ ഹി ലവ്സ് അസ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു. കാരണം എന്നാ? വി ആർ എ പാർട്ട് ഓഫ് ഹിസ് സൺ. അവൻ്റെ പുത്രൻ്റെ ഒരു ഭാഗമായി നമ്മൾ തീർന്നപ്പോൾ അവൻ്റെ പുത്രനെ സ്നേഹിക്കുന്ന പോലെ നമ്മെ സ്നേഹിക്കുന്നു. ആത്മസ്നാനത്താൽ സാധിപ്പിച്ച കാര്യം ഇതാണ്. ഇനി നമുക്ക്
ഈ ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്ന നാം, ആ വിഷയത്തിലേക്ക് നമ്മൾ ഇനി കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ആത്മീകമായ ചില ആശയങ്ങളൊന്നും ഈ വിധത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ക്രിസ്തുവിൻ്റെ ഭാഗമായി നമ്മൾ തീർന്നപ്പോൾ അവൻ്റെ ശരീരമായ സഭയായി നമ്മൾ തീർന്നു. ബോഡി, കർത്താവിൻ്റെ ശരീരം. ആ ശരീരത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, അവൻ പോറ്റി പുലർത്തുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 29 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ്. പലപ്പോഴും കല്യാണത്തിനൊക്കെ എടുത്ത് പറയുന്ന ഒരു ഭാഗവുമാണ്. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 29 നമ്മളവിടെ വായിക്കുന്നു. അതിൻ്റെ 28 ഔവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പായിക്കുന്നില്ല. ക്രിസ്തു സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റിപ്പുലർത്തുക അത്ര ചെയ്യുന്നത്. പോറ്റിപ്പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ നറിഷിങ് ആൻഡ് ചെറിഷിങ്. ആസ് ദ ക്രൈസ്റ്റ് നറിഷത്ത് ആൻഡ് ചെറിഷത്ത് ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തെ, സഭയെ എന്ത് ചെയ്യുന്നു? നറിഷിങ് ആൻഡ് ചെറിഷിങ്. നറിഷിങ് ഈസ് ആക്ച്വലി ഫോർ ദ ഫിസിക്കൽ ബോഡി, ബട്ട് ചെറിഷിങ് ഈസ് ഫോർ ദ സോൾ. അത് ആത്മാവിനാണ്. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാം, അന്വേഷിച്ചു കൊണ്ട് കൊടുക്കാം. ആ ഭക്ഷണം കൊടുക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നറിഷിങ്, ഇറ്റ് ഈസ് ഫോർ ഹെർ ബോഡി, അവളുടെ ശരീരത്തിനാണ്. ബട്ട് ചെറിഷിങ് ഈസ് ഫോർ ഹെർ സോൾ. അവളെ ഉത്സാഹിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് അവൻ്റെ ശരീരമായി സഭ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ വായിക്കുന്നു, പോറ്റിപ്പുലർത്തും. ഈസ് നറിഷിങ് ആൻഡ് ചെറിഷിങ്. നമ്മളിന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു. നമുക്ക് ആത്മീയ ഭോജനം തരുന്നു. നമ്മളെ ഭോജനം തരുന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ക്ഷീണിതരായി മാറുമ്പോൾ അവൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹീസ് ചെറിഷിങ് അസ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴോ നമ്മൾ അടിപറിഞ്ഞു പോയനെ, നമ്മൾ ക്ഷീണിച്ചു പോയനെ. പക്ഷെ ക്ഷീണിക്കുമ്പോൾ നമ്മളെ തളർത്താതെ അവൻ നമ്മളെ ചെറിഷ് ചെയ്യുന്നു. നമ്മൾ അറിയുന്നില്ല, തട്ടി ഉണർത്തും. വചനത്തിൽ കൂടെ ചിലപ്പം ചില പ്രസംഗം കേൾക്കുമ്പോൾ, ചിലപ്പം ചില പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ആത്മാവിനെ തട്ടി ഉണർത്തുന്നു. ദാറ്റ് ഈസ് ചെറിഷിങ് അസ്. ഫിലിപ്പ് ലേഖനം 4:13, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. അവൻ്റെ ശരീരത്തെ അവൻ എന്ത് ചെയ്യുന്നു? 4:13 അവൻ ശക്തീകരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ. ഈ സ്ട്രെങ്തനത്ത് ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തെ അവൻ ശക്തിപ്പെടുത്തുന്നു. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19, 2:19 തലയായവനാൽ അല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു. തലയായവയിൽ നിന്ന് ചൈതന്യം പ്രാപിച്ച് ശരീരം ഏകീഭവിക്കുന്നു. ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്. യൂണിറ്റി ഓഫ് ദ ചർച്ച്. കർത്താവ് ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവൻ ചൈതന്യം പ്രാപിച്ച് ഏകീഭവിക്കുന്നു. നോക്കി, ആ ശരീരത്തെ അവൻ ശക്തീകരിക്കുന്നു. തലയായവയിൽ നിന്ന് ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ചിട്ട് അത് വളരുന്നു. ശരീരത്തെ പോറ്റി പുലർത്തുന്നു. അപ്പോൾ അവൻ്റെ ശരീരമായി മാറിയപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് വായിക്കുന്നു. മറ്റൊന്ന്, എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ വീണ്ടും നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 25 വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 25 ഓൺവേർഡ്സ്, 25 to 27. ക്രൈസ്റ്റ് ഈസ് സാങ്ക്ടിഫൈങ് ഹിസ് ബോഡി. 25 വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാചുളുക്കം മുതലായി ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹീസ് വാഷിങ് ഹെർ വിത്ത് ദ വേർഡ്. അവളുടെ കറയും കളങ്കവും ഒക്കെ മാറ്റുകയാണ്. അവൾക്ക് കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരിക്കൽ അവളെ സ്പോട്ട്ലെസ് ആയിട്ട് അവൻ്റെ കാന്തയായിട്ട് മുന്നിൽ നിർത്താൻ പോവുകയാണ്. അതിനുവേണ്ടി കർത്താവ് ഇന്ന് എന്ത് ചെയ്യുന്നു? നമ്മളെ അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് നമ്മളിൽ അങ്ങോട്ടൊരു പ്രവൃത്തി ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മളിൽ അവൻ ഇടപെട്ട് നമ്മളോട് സംസാരിച്ച് ആത്മാവിനാൽ പരിവർത്തനം നടത്തി, വചനത്താൽ ക്രിയ നടത്തി, നമ്മളെ രൂപാന്തരപ്പെടുത്തി, നമ്മളെ ആ കറയും കളങ്കവും ഒക്കെ അങ്ങോട്ട് മാറ്റി, ആ റിങ്കിളും ആ സ്പോട്ടും ഒക്കെ മാറ്റി നമ്മളെ അങ്ങ് ബ്യൂട്ടിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. ശരീരത്തോട് എന്ത് ചെയ്യുന്നു? ഈ സാങ്ക്ടിഫൈങ് ഹിസ് ബോഡി. മൂന്നാമത്, അത് ദീർഘമായൊരു പഠനമാണ്. ക്രൈസ്റ്റ് ഈസ് ബിസ്റ്റോയിങ് ഗിഫ്റ്റ്സ് ഫോർ ഹിസ് ബോഡി ഫോർ പെർഫെക്റ്റിംഗ് ആൻഡ് എഡിഫൈങ് ഹിസ് ബോഡി. അതായത് തൻ്റെ ശരീരമായി സഭയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ, ആത്മീയ വർധന വരുത്തുവാൻ അവൻ സഭയ്ക്ക് കൃപാവരങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു വാക്യം വേണേൽ നോക്കാം. എഫീസ്യ ലേഖനം 4-ാം അധ്യായം, എഫീഷ്യൻസ് ചാപ്റ്റർ 4. വീണ്ടും എഫീസ്യ ലേഖനത്തിൽ വായിക്കുന്നു 4-ാം അധ്യായത്തിൻ്റെ 7 വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് തക്കവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു.
അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടത് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് കർത്താവ് ഇങ്ങനെ നിയമിച്ചത്? അടുത്തത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഹീസ് ബിസ്റ്റോവിങ് ഗിഫ്റ്റ്സ് ടു ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തിന് കൃപാവരങ്ങളെ കൊടുക്കുന്നു, കൃപയുള്ള ദൈവദാസന്മാരെ കൊടുക്കുന്നു. എന്തിനാണ്? ആത്മീക വർധന വരുത്തണം. അവർക്ക് പെർഫെക്ഷൻ നടക്കണം, അവരെ യഥാസ്ഥാനപ്പെടുത്തണം. ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ ബോഡി ആൻഡ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ഹിസ് ബോഡി. അവൻ്റെ ശരീരമായി സഭയെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം, എഡിഫൈ ചെയ്തെടുക്കണം, അവളെ പ്യൂരിഫൈ ചെയ്യണം, അവളെ നറിഷ് ചെയ്യണം, അവളെ ചെറിഷ് ചെയ്യണം. നോക്കുക, ഇതിനു വേണ്ടി കർത്താവ് ഇന്ന് ജീവിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ തൻ്റെ ജനത്തിനു വേണ്ടിയാണ്. അവൻ അവസാനം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിനു വേണ്ടിയല്ല, ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നാം തിരുവചനത്തിൽ വായിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ നമ്മുടെ മഹാപുരോഹിതനായി പ്രവേശിച്ചു. അവൻ അവിടെ നമുക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നതും നമുക്ക് വേണ്ടിയാണ് ജാഗരിക്കുന്നതും ജീവിക്കുന്നതും. എന്തൊരു അനുഗ്രഹമാണ് ദൈവമക്കൾക്ക് കരുതിയിരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ചിന്തകൾ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരിക്കൽ നമ്മൾ കർത്താവിലായി മാറിയാൽ അവിടെ നമ്മളെ വേർതിരിപ്പാൻ കഴിയില്ലേ. പൗലോസ് എന്നാണ് റോമർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് വേർതിരിപ്പാൻ കഴിയും? ഉയരത്തിനോ മരണത്തിനോ, ജീവനോ മരണത്തിനോ, വരുവാനുള്ളതിനോ താഴ്ചയ്ക്കോ ഉയരത്തിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ചില അബദ്ധങ്ങളും പല കുറവുകളൊക്കെ നമ്മളിൽ കടന്നു വരുമ്പോൾ അത് ഓർത്ത് കർത്താവ് ദുഃഖിക്കുകയല്ല. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ തൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ലേ. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊന്നും മറിഞ്ഞിരുന്നില്ലേ? എൻ്റെ ജീവിതം മറിഞ്ഞിരുന്നില്ല, നിങ്ങളുടെ ജീവിതം മറിഞ്ഞിരുന്നില്ല. ആ ജീവിതത്തിൻ്റെ കുറവുകളും ബലഹീനതകളും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്ത്. കർത്താവ് നമ്മളെ അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മളെ അവൻ പെർഫെക്ഷനിലേക്ക് നടത്തുകയാണ്. ഹീസ് ഏബിൾ. തെസ്സലോനിക്കർ വായിക്കുന്നു, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കും. He who has begun a good work in you shall perform it. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് ആത്മസ്നാനം. നമ്മളെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർത്തു. മാത്രമല്ല, അവൻ്റെ പുത്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17 നമ്മൾ വായിച്ച പോലെ, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു. ദ സെയിം ലവ് നമുക്ക് ആസ്വദിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ആത്മസ്നാനം പെന്തിക്കോസ്ത് നാളിൽ നടന്നതായിട്ടാണ് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുന്നു. 120 പേര് മാളികമുറിയിൽ കൂടിയിരിക്കുകയാണ്. കാണുവാനും കേൾക്കുവാനും ഉതകുന്ന വിധം അവരെ ക്രിസ്തുവിൻ്റെ ഏക ശരീരമാക്കി മാറ്റി. അല്പം കഴിഞ്ഞ് ഈ സംഭവത്തെക്കുറിച്ച് വലിയ ജനസമൂഹത്തോട് പത്രോസ് വിശദീകരിച്ചപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നിർത്താട്ടെ, ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ, ഏറിയ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്കിത് ലഭിക്കുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് പത്രോസ് പ്രസംഗിക്കുന്ന ജനത്തോട് വിശദീകരിച്ച് പറയുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. Then you will receive the gift of the Holy Spirit. ഇവിടെ പരിശുദ്ധാത്മാവിനെ ദാനമായി പറഞ്ഞിരിക്കുകയാണ്. Repent and be baptized and ye shall receive the gift of the Holy Spirit. 41-43 വാക്യത്തിൽ നമ്മളൊരു പ്രത്യേക പഠനം നടത്തുകയാണ്. നോക്കുക, ഈ പെന്തിക്കോസ്ത് പെരുന്നാളിൽ സംഭവിച്ചത് നമ്മളതിൻ്റെ പ്രാരംഭവാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർ കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞ ചില സംഭവങ്ങളുണ്ടായി. ജനങ്ങൾ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടു, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന സ്നാനം ലഭിക്കും.
പത്രോസിൻ്റെ പ്രസംഗം കേട്ടു. 41, 43 വാക്യത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ മുന്നോട്ട് കടന്നു വന്നു. 3000 പേര് മുന്നോട്ട് കടന്നു വന്നു. അവർ സ്നാനമേറ്റു. നമ്മൾ വായിക്കുന്നു, സ്നാനമേറ്റു 3000 പേർ അവരോട് ചേർന്നു. അവർ മുന്നോട്ട് കടന്നുപോയി. നമ്മൾ ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, പെന്തിക്കോസ്ത് പെരുന്നാളിൽ ആത്മസ്നാനം നടന്നപ്പോൾ ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നെങ്കിൽ 3000 പേര് സ്നാനപ്പെട്ടപ്പോൾ അവിടെ ഒന്നും നടന്നില്ലേ? ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലേ? 120 പേര് 10 ദിവസം കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കാണുവാനും കേൾക്കുവാനും കഴിയുന്ന പല സംഭവങ്ങൾ നടന്നു. അടുത്ത സ്നാനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ രക്ഷ നടക്കുമ്പോൾ 3000 പേര് അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് താമസിക്കാതെ കിട്ടി. നോക്കുക, പെന്തിക്കോസ്ത് ദിവസം 10 ദിവസം കൂടെ കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം 10 ദിവസം കൂടെ അവർ കാത്തിരുന്ന ശേഷമാണ് ആ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ഉടനെ ആത്മാവരുടെ മേൽ വരികയാണ്. അവരവിടെ കാത്തിരിക്കേണ്ട ആവശ്യം വന്നില്ലേ? എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, കാൽവറി എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. കാൽവറി ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ്. കാൽവറിയിൽ കർത്താവ് മരിക്കുമ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, സൂര്യൻ ഇരുണ്ടുപോയി, പല നാച്ചുറൽ ഫിനോമിനാസ് അവിടെ കാണുവാൻ കഴിഞ്ഞു, പല സംഭവങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ് പെന്തിക്കോസ്ത് എന്ന് പറയുന്നത്. കാൽവറി ആവർത്തിക്കപ്പെടുന്നില്ല, പെന്തിക്കോസും ആവർത്തിക്കപ്പെടുന്നില്ലേ? നോ. കാൽവറി ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിരിക്കുന്ന പോലെ പെന്തിക്കോസ്ത് ഈസ് ഓൾസോ ആൻ ഹിസ്റ്റോറിക്കൽ ഇവൻ്റ്. കാൽവറിയിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയപ്പോൾ പെന്തിക്കോസ്തിൽ കർത്താവിൻ്റെ ശരീരമായ സഭ അവിടെ രൂപാന്തരപ്പെടുകയാണ്. 120 പേരെ ഒന്നാക്കി തീർത്ത ശേഷം പിന്നീട് രക്ഷിക്കപ്പെടുന്നവരെ നാം വായിക്കുന്നു, അവൻ ഇവരോട് ചേർക്കുകയാണ്, സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു, ആഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചില്ലേ ഒരു ഉദാഹരണം? ഒരു കോർപ്പറേറ്റ്, വലിയൊരു കമ്പനി, ഒരു കോർപ്പറേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കോർപ്പറേറ്റിലോട്ട് പിന്നീട് ആരെങ്കിലും ചേരുകയാണ്, ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി ഓൺലി ആഡഡ് ടു ദാറ്റ് കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റ് ഫോം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഫോമേഷൻ്റെ ടൈമത്ത് പല കാര്യങ്ങളുള്ളതുപോലെ പെന്തിക്കോസ്ത് ഒരു ദാറ്റ് വാസ് ആൻ ഇവൻറ്റ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. അന്ന് കർത്താവിൻ്റെ ശരീരമായ സഭ 120 പേര് മാളിക മുറിയിൽ അവർ ഒന്നായിത്തീരുകയാണ് ആത്മസ്നാനത്താൽ. അവരോട് പിന്നീട് അടുത്ത പ്രസംഗത്താൽ, പത്രോസിൻ്റെ പ്രസംഗത്താൽ 3000 പേര് രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് അവരെ സഭയോട് ചേർത്തു. അവിടെ ഒരു ഇവൻറ്റും നടക്കുന്നില്ലേ? ഒരു കോർപ്പറേറ്റ് ഫോം ചെയ്യുകയായിരുന്നു. ഒരു കോർപ്പറേറ്റ് ഫോം ചെയ്ത പോലെ ആ മാളിക മുറിയിൽ കർത്താവിൻ്റെ ശരീരം ഉടലെടുത്തു. ആ ഉടലെടുത്ത ശരീരത്തോടെ ഒരു കോർപ്പറേറ്റിൽ ആളുകൾ ചേരുന്ന പോലെ, ദാറ്റ് വിച്ച് ഈസ് ഫോംഡ്, ഓൾറെഡി ഫോംഡ്, ചേരുന്ന പോലെ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് അതിനോട് സഭയോട് ചേരുന്നതേ ഉള്ളൂ. വേറൊരു ദൃഷ്ടാന്തം ഞാൻ ചൂണ്ടിക്കാണിച്ചു. നോക്കുക, ഒരു ശരീരം എന്ന് പറയുമ്പോൾ അവൻ്റെ ബോഡി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ അവയവങ്ങളോടുകൂടെ അത് ഉണ്ടാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് തലയുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ പൂർണ്ണ ശരീരത്തോടെ ആ കുഞ്ഞ് ജനിക്കുന്നത്. ആ ജനിച്ച കുഞ്ഞിനോട് പിന്നീട് ഒരു കൈ കൊണ്ട് ചേർക്കുകയോ കാലുകൊണ്ട് ചേർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ ശരീരം മാളിക മുറിയിൽ ആ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ഉടലെടുത്തു. ആ കുഞ്ഞിൻ്റെ ശരീരം വളരുന്നത് പോലെ പുതിയ അവയവങ്ങൾ ആ കുഞ്ഞിന് വെച്ചുപിടിപ്പിക്കുന്നില്ല, പക്ഷേ ആ ശരീരം വളരുന്ന പോലെ നോക്കുക, ഇതിനോട് ദൈവജനം ചേർന്ന് വന്ന് കർത്താവിൻ്റെ സഭയുടെ വളർച്ച സംഭവിക്കുകയാണ്. ഇത് എത്ര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വചനത്തെ ഒന്ന് അപഗ്രഥിച്ച് നോക്കുക. ഇനി രണ്ടാമത് ശ്രദ്ധിച്ച് നോക്കിയാൽ, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ഓൾവേസ് എ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്. പുതിയ നിയമം പഠിച്ചു നോക്കിയോ, ആത്മസ്നാനം നടന്നിരിക്കുന്നത് പലർ കൂടിയാണ്, ഒന്നിച്ചല്ലേ, ഒരു വ്യക്തിക്കല്ലേ. പെന്തിക്കോസ്ത് പെരുന്നാളിൽ 120 പേര്, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ അത് സംഭവിച്ചെങ്കിൽ ആ കാര്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അത് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുക, ആത്മസ്നാനം ഒരു കോർപ്പറേറ്റ് ആണ്, ഇറ്റ്സ് നോട്ട് ഇൻഡിവിജ്വൽ. ഇന്ന് അത് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് കോട്ട് ചെയ്ത് മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, അതോട് ചേർത്ത് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ
13-ാം വാക്യത്തിലെ 12:13 യഹൂദന്മാരോ യമനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുവാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തു ഇരിക്കുന്നു. ആ രണ്ട് പദം ശ്രദ്ധിക്കുക, സ്നാനമേറ്റു പാനം ചെയ്തു. ഇത് മനസ്സിലാക്കാൻ 1 കൊരിന്ത്യർ 10 നോക്കാം, 10-ാം അധ്യായം. 1 കൊരിന്ത്യർ 10-ന്റെ 2-4 വാക്യം നോക്കാം. എല്ലാവരും സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നമ്മളിവിടെ 1 കൊരിന്ത്യർ 10 വായിക്കുമ്പോൾ 2 തൊട്ട് 4 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ദാറ്റ് വാസ് കോർപ്പറേറ്റ്. പിന്നീട് അവർ എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു. ദാറ്റ് വാസ് ഇൻഡിവിജ്വൽ. ഇവിടെ നോക്കിയേ, ആത്മസ്നാനം. ഇവിടെ ആ സ്നാനം പറയുമ്പോൾ അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, എല്ലാവരും. ഇവിടെ നമ്മൾ നോക്കിയേ, ബാപ്റ്റിസമും ആ ഡ്രിങ്കിങ്ങും, ആ പാനം ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, അവർ മോശയോട് ചേർന്നിരിക്കുന്നു. മോശയോട് ഈ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് അവർ മോശയോട് ചേർന്നു. ആത്മസ്നാനത്താൽ നമ്മൾ ഓർത്തു, അവൻ്റെ ശരീരമായ സഭയോട് നമ്മൾ ചേരുകയാണ്, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്നാൽ ഡ്രിങ്കിങ്, അതായത് പാനം ചെയ്യുന്നു എന്ന് പറയുന്നത്, അത് വ്യക്തിപരമായിട്ട് അത് ആവർത്തിക്കും. ഇറ്റ് ഈസ് എ ഡെയിലി എക്സ്പീരിയൻസ്. 1 കൊരിന്ത്യർ 12-ന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തതുപോലെ, ഒന്ന്, ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് വിച്ച് ഈസ് നെവർ റിപ്പീറ്റഡ്. അനദർ ഈസ് ഹാസ് എ ഹിസ്റ്റോറിക്കൽ കമൻസ്മെന്റ് ബട്ട് എ കണ്ടിന്യൂയിങ് ഡെയിലി എക്സ്പീരിയൻസ്. ചരിത്രപരമായ തുടക്കമുണ്ടെങ്കിലും ദിനംതോറും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൺ വാസ് നാഷണൽ ഓർ കോർപ്പറേറ്റ്, അതർ ഈസ് ഇൻഡിവിജ്വൽ. ഒന്ന്, ദേ വർ പാസീവ്. അവർ സ്നാനപ്പെടുവാനായിട്ട് ഒന്നും ചെയ്തില്ല, ദേ വർ പാസീവ്. ബട്ട് അതർ വൺ, ഡ്രിങ്കിങ്, ദേ ആർ ആക്റ്റീവ്. അവർ കുടിക്കുന്നു, ആത്മാവിനാൽ നിറയുന്നു. ആത്മനിറവിനെ കുറിച്ച് നമുക്ക് പിന്നീട് ദൈവം വെച്ചാൽ എടുക്കാം, സമയമുണ്ടെങ്കിൽ. നോക്കുക, ദേ വർ പാസീവ്. ഈ സ്നാനം ഏൽക്കുവാൻ അവർ ഒന്നും ചെയ്തില്ല, ദൈവമാണ് ആ കർമ്മം ചെയ്തത്. യേശുക്രിസ്തു അത് ചെയ്തു, കർത്താവ് അത് ചെയ്യുന്നു എന്നായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ബട്ട് ഡ്രിങ്കിങ്, ദേ ഹാവ് ടു ഡു ഇറ്റ്, വിച്ച് ഈസ് എ ഡെയിലി എക്സ്പീരിയൻസ്. See, one is a historical event, another is a continual daily experience. നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ വ്യത്യാസം നമുക്കവിടെ ഗ്രഹിപ്പാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ചെയ്യുന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇതുള്ള ബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മർക്കോസിന്, ഈ സ്ഥാനത്തുള്ള ബന്ധത്തിൽ മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. I have baptized you with water, but he will baptize you with the Holy Spirit. He will baptize, future tense. യോഹന്നാൻ 1:33 വരുമ്പോൾ, he who baptizes, സ്നാനപ്പെടുത്തുന്നവൻ, he who baptizes, present part, it's a timeless event. അതുപോലെ തന്നെ യോഹന്നാൻ 1:29 വരുമ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്, who takes away the sin of the world, who baptizes you. ഭാഷാപ്രയോഗത്തിൽ ഈ 2 വാക്കുകൾ ശ്രദ്ധേയമാണ്. he takes away the sin and he baptizes. അവൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നു, ഇവൻ ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നു. അത് ഗ്രീക്കിൽ വായിച്ചാൽ ഹോ ബാപ്റ്റിസോൺ, ഹോ എയ്രിയോൺ. He is taking away the sin and he is baptizing. ഇവിടെ 2 ഭാഷയുടെ പ്രയോഗം പഠിച്ചു നോക്കിയാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവ്. ഇന്നും കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരോട് കർത്താവ് 2 കാര്യം ചെയ്യുന്നു. അവരുടെ പാപത്തെ എടുത്ത് മാറ്റിക്കളഞ്ഞ്, എ റിമൂവൽ ആൻഡ് എ ബിസ്റ്റവൽ. പാപം മാറ്റിയിട്ട് അവർക്ക് ആത്മാവിനെ കൊടുക്കുന്നു. പഴയ നിയമത്തിലും ആ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം, എസെക്കിയേൽ ചാപ്റ്റർ 36, എസെക്കിയേൽ 36 വേഴ്സസ് 25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും.
നോക്കുക, നിർമ്മലീകരിക്കും, ഞാൻ ആത്മാവിനെ തരും. അവരെ നിർമ്മലീകരിക്കും, അവർക്ക് ആത്മാവിനെ കൊടുക്കും. അപ്പോസ്തലപ്രവൃത്തി 2:38 നമ്മൾ വായിച്ച ഇതല്ലേ? ആക്ട്സ് ചാപ്റ്റർ 2:38 പത്രോസിന്റെ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞത് 2:38, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുവിൻ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ് റിപ്പന്റ് ഫോർ ഫൊർഗീവ്നെസ് ഓഫ് സിൻ, then you shall receive the Holy Spirit, taking away the sin and bestowing the Holy Spirit. വീണ്ടും തീത്തോസ് 3:4 തൊട്ടുള്ള വാക്യത്തിൽ വായിച്ചാൽ 4-7 വരെ നമ്മളവിടെ വായിക്കുന്ന ആ വാക്യങ്ങൾ വേണമെന്ന് വായിക്കാം. വീണ്ടും ഇതേ ആശയോടെ കാണുന്നു. ഇത് രണ്ടും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-7 വരെയുള്ള വാക്യത്തിൽ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ നിമിത്തം നിത്യജീവൻ്റെ അവകാശത്തിനായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമുക്ക് വേണ്ടി ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. നമുക്ക് ആ വാക്യം നോക്കിയേ, പുനർജനന സ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും. പുനർജനന സ്നാനം, വീണ്ടും ജനനത്തിൻ്റെ സ്നാനം. 2 ആത്മാവിൻ്റെ നവീകരണം, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. നോക്കുക, ഒരു വീണ്ടും ജനനവും ആത്മാവിൻ്റെ നവീകരണവും. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ കർത്താവ് നമ്മുടെ പാപത്തെ എടുത്തു കളഞ്ഞിട്ട് നമുക്ക് തൻ്റെ ആത്മാവിനെ ബിസ്റ്റോ ചെയ്യുകയാണ്. അത് ഇവിടെ എടുത്തു പറഞ്ഞു, നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ലേ. നമ്മളോട് കാണിച്ച കരുണയുടെ വലിപ്പം. ഒരു വാക്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 9 തൊട്ടുള്ള വാക്യത്തിൽ, 1 കൊരിന്ത്യർ 6:9 തൊട്ടുള്ള വാക്യം, 6:9 തൊട്ടുള്ള വാക്യത്തിൽ എടുക്കാം. അവിടെ കൊരിന്ത്യരെക്കുറിച്ച് പറയുകയാണ്, അന്യായം ചെയ്തവൻ ദൈവരാജ്യം അവകാശമാക്കലെന്ന് അറിയുന്നുവല്ലോ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനിർപ്പുകാരൻ, വിഗ്രഹാരതികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു. അങ്ങനെ കഴുകപ്പെട്ടവരാണ് 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിച്ചത്. ഏക ആത്മാവിനാൽ സ്നാനമേറ്റു, ഏക ആത്മാവിനാൽ പാനം ചെയ്തു. കർത്താവ് ചെയ്യുന്ന 2 കാര്യം, നമ്മുടെ പാപത്തെ എടുത്തു മാറ്റുന്നു, നമ്മെ അവൻ്റെ ആത്മാവിനാൽ അവൻ്റെ ശരീരമായ സഭയോട് ബന്ധപ്പെടുത്തുന്നു, അവൻ്റെ ഭാഗമാക്കി നമ്മളെ തീർക്കും. ഇവിടെ ഒരു ഭാഗം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ചിട്ട് കർത്താവ് അനുവദിച്ചാൽ പിന്നീട് ഈ പഠനം തുടരാനായിട്ട് ഞാൻ ഇതുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ പിന്നീട് അഗ്നിസ്നാനത്തെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഈ ഭാഗത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. അത് ചിന്തിക്കാൻ വേണ്ടി ദൈവമക്കളോട് പറഞ്ഞതാണ്. ഒരു കൺഫ്യൂഷൻ ദൈവമക്കൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ബുക്ക് വളരെ പ്രസിദ്ധമായ ബുക്കാണ്. അതിൻ്റെ പേരും ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാം, വേണമെങ്കിൽ വായിക്കാനും തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷത അന്യഭാഷാ ഭാഷണമാണെന്ന് സ്പഷ്ടമാണല്ലോ എന്ന് ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പം അന്യഭാഷ പറഞ്ഞെങ്കിലേ ആത്മസ്നാനമുള്ളൂ എന്ന് ഒരു കൂട്ടർ തെളിയിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്താണെന്ന്. ഇനിയും കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്നെടുക്കാം. ഒരു വാക്യത്തോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, ദൈവം 30-ാം വാക്യം, എല്ലാവരും രോഗശാന്തിയുടെ വരമുണ്ടോ? ഇല്ല. എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നോ? ഇല്ല. നോക്ക്, അവിടെ വ്യക്തം അതിൻ്റെ മറുപടി ഇല്ല എന്നാണ്. എല്ലാവർക്കും അന്യഭാഷയില്ല, എല്ലാവർക്കും രോഗശാന്തിയില്ല, എല്ലാവരും അത് ചെയ്യുന്നില്ല. എന്നാൽ അതേ അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഈ രാത്രി എൻ്റെ ദൈവമക്കൾ, എന്നെ കേൾക്കുന്നവർ, ഇനിയും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് ഒറ്റ അധ്യായത്തിൽ, വേറെ ഭാഗത്തിലേക്ക് ഞാൻ പോയില്ല,
1 കൊരിന്ത്യർ 12:30 വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു, എല്ലാവരും അന്യഭാഷ പറയുന്നില്ല. എന്നാൽ 13 വളരെ വ്യക്തമായി പറയുന്നു, കൊരിന്ത്യയിലുള്ള എല്ലാവരും ആത്മസ്നാനമേറ്റു, ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. കൊരിന്ത്യയിലുള്ള ഒരു കൂട്ടം ആളുകൾ അന്യഭാഷ പറഞ്ഞിരുന്നു. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇപ്പോൾ കൊരിന്ത്യയിലുള്ള സഭയിലുള്ള എല്ലാവരും അന്യഭാഷ പറഞ്ഞിരുന്നില്ല. വളരെ വ്യക്തമാണ്, പൗലോസോട് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. മറ്റനേക ഭാഗങ്ങളുണ്ട്, എല്ലാവരും പറഞ്ഞിരുന്നില്ല. ഇവിടെ 30 ചോദ്യവും, എല്ലാവർക്കും രോഗശാന്തി വരവുണ്ടോ? ഇല്ല. എല്ലാവർക്കും അന്യഭാഷയുണ്ടോ? ഇല്ല. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം കൊരിന്ത്യയിലുള്ള എല്ലാവരും അന്യഭാഷ പറഞ്ഞിരുന്നില്ല. എന്നാൽ അതേ അധ്യായത്തിൽ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. കൊരിന്ത്യയിലുള്ള എല്ലാ ദൈവജനവും ആത്മസ്നാനവും ആത്മപാനവും ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചതാണ്. എന്നാൽ കൊരിന്ത്യയിലുള്ള എല്ലാവരും അന്യഭാഷ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആത്മസ്നാനത്തിൻ്റെ തെളിവ് അന്യഭാഷ ഭാഷണമാണെന്ന് പറഞ്ഞാൽ 100% ഇറ്റ് ഈസ് റോങ്. അല്ലെങ്കിൽ വചനം തിരുത്തണം. വചനം തിരുത്താൻ സാധിക്കാത്തത് കൊണ്ട് നാം വചനം വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ഷുവറാണ്, ഞാൻ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ, അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിലും ആത്മസ്നാനവും ആത്മപാനവും ചെയ്തതാണ്. ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആത്മസ്നാനത്താൽ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി എന്നെ തീർത്തിരിക്കുകയാണ്. ഞാൻ അന്യഭാഷ പറഞ്ഞില്ല എന്ന കാരണത്താൽ എനിക്ക് ആത്മാവില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവരുടെ അജ്ഞത കൊണ്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. വചനത്തോട് മറുതലിച്ച് സംസാരിക്കുന്ന ഞാൻ ആരെയും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയല്ല. മനസ്സിൽ വെച്ചെന്ന് പറഞ്ഞാൽ ആരെയും വ്യക്തികളായിട്ട് പറയുകയല്ല. ദൈവജനത്തെ വളരെയധികം കൺഫ്യൂഷനാക്കി തീർത്തിരിക്കുന്ന ഈ സത്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുക. എന്നാൽ ഈ രാത്രി നമ്മൾ ഓർത്തതുപോലെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വലുതാണ്. വി ആർ പാർട്ട് ഓഫ് ഹിസ് ബോഡി. പിതാവ് നമ്മളെ കാണുന്നത് ആ പുത്രൻ്റെ ഭാഗമായിട്ടാണ്. പുത്രനെ സ്നേഹിക്കുന്ന പോലെ നമ്മെ സ്നേഹിക്കുന്നു. ബിക്കോസ് വി ആർ ദ പാർട്ട് ഓഫ് ഹിസ് സൺസ് ബോഡി. ആ ശരീരമായ സഭയെ അവൻ എന്തെല്ലാം ചെയ്യുന്നു. ഈ നറിഷിങ്, ഈസ് ചെറിഷിങ്, ഈസ് സാങ്ക്ടിഫൈങ്, ഈസ് എഡിഫൈങ്, ഈസ് പെർഫെക്റ്റിങ്. എന്തൊരു അനുഗ്രഹമാണ്. ഈസ് ഇൻറ്റർസീഡിങ് ഫോർ ദ ചർച്ച്. ആ സഭയ്ക്ക് വേണ്ടി അവൻ മധ്യസ്ഥ ചെയ്യുന്നു. ആ സഭയെ അവൻ ശുദ്ധീകരിക്കുന്നു. അവളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു. അവളുടെ കറയും കളങ്കവും മാറ്റുന്നു. അവളെ ഉത്സാഹിപ്പിക്കുന്നു. എന്തെല്ലാം ചെയ്യുന്നു. എങ്ങനെ കിട്ടി? നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു, അവൻ്റെ സന്നിധിയിൽ വന്നു എന്ന കാരണത്താൽ. കൊരിന്ത്യരോട് പറഞ്ഞു, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, ഈ വലിയ പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിലും നിങ്ങളെ തന്നെ കഴുകി വെടിപ്പുള്ളവരായി. അവൻ്റെ സന്നിധിയിൽ വന്നാൽ നമ്മുടെ സകല പാപവും കഴുകി നമ്മെ വെടിപ്പാക്കും. അവൻ നമ്മുടെ പാപത്തെ എടുത്ത് മാറ്റും. അവൻ ആത്മസ്നാനം നമുക്ക് തരും. നമ്മളെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം മരിച്ച മസ്തിഷ്ക മല്ലന്മാർ മരിച്ച ഈ മണ്ണിൽ മരിച്ചവരിൽ നിന്ന് മഹത്വത്തിന് മകുടം ചൂടി 3-ാം നാൾ ഉയർന്നേറ്റ ഒരേ ഒരു മഹിമാധനനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. Union, Paramatma, Jivatma. I want to be united with you. The answer is Jesus Christ. Because 1 Timothy 2:5 says, there is one God and one mediator between God and man, the man Christ Jesus. ഒന്ന് ഏലിയാവിനും ഒന്ന് മോശയ്ക്കും ഇതിനകത്ത് കയറി ഡിസ്കഷൻ നടത്തുക. ഞങ്ങൾ പുറത്ത് കിടന്നാലും ഉറങ്ങിക്കോളും, ചൂടാണേലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതപ്പോഴേ പെട്ടെന്നൊരു മേഘം വന്ന് മൂടി. അന്നേരം ഇവർ പേടിച്ചു പോയി. കാരണം ഈ മേഘ സാന്നിധ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യം എന്നാണ്. യേശുക്രിസ്തുവിനെ വന്ന് പരിചയപ്പെട്ടതിന് ശേഷം അവർ പിന്നെ പല ദിക്കുകളിലേക്ക് ഓട്ടമാണ്. അവര് പോയി എന്താ പറയുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ കണ്ട ഈ യേശുവിനെ കാണാനായിട്ട് നിങ്ങളും കൂടെ വരണം. രാത്രി അനുഭവമില്ലാത്തവർ ഈ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീതമായ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. പ്രിയരെ, എന്താ യൂദ പറഞ്ഞേ? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ, പൊതുവിലുള്ള പലതുമുണ്ട്, പക്ഷേ ദൈവം തരുന്നത് പൊതുവിലുള്ള രക്ഷ. ദൈവം വീണ്ടും ലോകരാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ ഭാവിയെ സംബന്ധിച്ചും
അതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ളതും പ്രത്യേകം വെളിപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു ദാർശനികനോ ഈ ലോകത്തിൻ്റെ അന്ത്യം എന്തായിരിക്കും, അൾട്ടിമേറ്റ് ഫ്യൂച്ചർ ഓഫ് മാൻകൈൻഡ് എന്തായിരിക്കും എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം അത് നമുക്ക് വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കും. എന്നാൽ ഇനി 7 തൊട്ടുള്ള അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, because Christians do not attach idolatrous importance to the original manuscripts. There are many religions for whom the original manuscript becomes an icon, they worship it. Christians don't do that. On the contrary, from the Old Testament times, Christians have been in the habit of destroying those things which have become sort of an icon in the Christian community. Underneath the blanket of snow, cold and white, something is stirring in the still of the night. And then the sun comes up slowly with the dawn.